കേൾക്കാതെ വയലാറിൻ്റെ ഗാനം കേൾക്കാതെ ഒരുപക്ഷെ മലയാളിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് വയലാർ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട് അല്ലെങ്കിൽ കുക്കന്മാരുടെ സംസാരിച്ചു. എല്ലാ പത്ര, ദൃശ്യ, സോഷ്യൽ മീഡിയ മാധ്യമ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമസ്കാരം. ചേച്ചി പറഞ്ഞതുപോലെ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല, കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനത്തിൽ 28 വർഷമായ വയലാർ സാംസ്കാരിക വേദി വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ചാരിറ്റി പ്രവർത്തനമാണ്. നിർദ്ധരായ യുവതി യുവാക്കളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവർക്കും പാട്ടും ഡാൻസും അഭ്യസിക്കാനൊക്കെ കലാ ഉത്സവങ്ങളിൽ തന്നെ പോകണമെന്ന് ലക്ഷം രൂപകൾ. ഇത് പ്രതിഫലിച്ച് എല്ലാ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്കും ഗാനാലാപനങ്ങൾ, രവിശങ്കർ, മണക്കാട് പോകുന്നെല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ശാസ്ത്രമംഗലം ഓഫീസിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം വയലാർ സാംസ്കാരിക വേദി